സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചടതകർത്രേണ നിർഭാഷ്യമാനം നസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഗന്ധവ്യഞ്ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിലെ പാലാഴി മഥനം 4 ശ്ലോകം നമ്മൾ പറഞ്ഞു വെച്ചു. മന്ത്രപർവ്വതത്തെ കടകോലാക്കണം, വാസുകിയെ കയറാക്കണം, സർവ്വ ഓഷധികളും അതിലിട്ട് വേണം കടയാൻ. ദേവാസുരന്മാരതിന് ശ്രമിച്ചപ്പോൾ മല പർവ്വതം കയ്യിൽ നിന്ന് താഴെ വീണു. ഭഗവാൻ ചെറിയൊരു വസ്തു എടുത്തു വയ്ക്കുന്നത് പോലെ ഗരുഡൻ്റെ പുറത്തെടുത്ത് വെച്ച് അത് കടയാൻ ആരംഭിച്ചു എന്ന് പറയുകയാണ്. 5-ാമത്തെ ശ്ലോകം. ആധായ ധൃതമതമാസുകിംബരത്രാം പാഥോദോ വിരഹിത സർവബീജജാലേ പ്രാരബ്ധേ മദനവിദോസുരാസുരേസ്തേർ വ്യാജാത്തം ഭുജകമുഖേ അകരോ സുരാരീൻ. അഥ തൈ സുരാസുരേഹി. പിന്നീട് ദേവന്മാരും അസുരന്മാരും എന്തു ചെയ്തു? വാസുകിയെ കയറാക്കി. വാസുകിയും വരത്രാം കയറ്. ധൃതം ആധായ. വാസുകിയെ കൊണ്ടുവന്നിട്ട് കയറാക്കി കൊണ്ടുവന്നിട്ട് അഥ തൈ സുരാസുരന്മാരാൽ വാസുകിയും ആദായ വാസുകിയെ കൊണ്ടുവന്നിട്ട് പാഥോദോ വിനഹിത സർവബീജജാലേ. ഔഷധി ബീജങ്ങൾ ഇട്ടിട്ടാണ് കടയുക. അത് ചിലതൊക്കെ ഇടുന്നതാണ് ഈ കടയണ സമയത്ത്. എൻ്റെ ഒരു പതിവ് അങ്ങനെ. സർവബീജജാലേ വിനിഹിതം അതിൽ നിക്ഷേപിച്ചു. പാഥോദോ പാലാഴിയിൽ സർവ ഇടേണ്ട മരുന്നുകളും ഇട്ട്. വിനിഹിത സർവബീജജാലേ എല്ലാ ഔഷധികളും അതിലിട്ടുകൊണ്ട് കടയിൽ ആരംഭിച്ചു. പ്രാരബ്ധേ മദനവിധൗ. എല്ലാ ഔഷധ ബീജങ്ങളും ഇട്ടിട്ട് കടച്ചിൽ തുടങ്ങിയപ്പോൾ മഥനം കടച്ചിൽ പ്രാരബ്ധ ആരംഭിച്ചു. കടച്ചിൽ തുടങ്ങിയപ്പോൾ എന്തുണ്ടായി? ത്വം വ്യാജാത് സുരാരീൻ ഭുജകമുഖേ അകരോ. ഒരു ചെറിയ സൂത്രപ്പണി പ്രയോഗിച്ചിട്ട് അങ്ങ് എന്ത് ചെയ്തു? അസുരന്മാരെ പാമ്പിൻ്റെ മുഖത്തേക്കാക്കി. എന്തിനാണത്? പാമ്പിൻ്റെ തലഭാഗത്ത് വിഷം ഉണ്ടാവുക. ഇതിങ്ങനെ കടയണ സമയത്ത് വിഷം പുറത്തേക്ക് ചീറ്റും. വാസുകി ഉഗ്ര വിഷമുള്ള പാമ്പാ, കുറച്ചൊന്നുമല്ല വിഷം. ശിവൻ്റെ ഗണമാണ് ഈ വാസുകി എന്നാ. ചില്ലറ വിഷമല്ല, അതിശക്തമായിട്ടുള്ള വിഷം ചീറ്റുമ്പോൾ ദേവന്മാർക്ക് ഉപദ്രവം ഉണ്ടാവരുത്. അതിന് അവരെ വാലിൻ്റെ ഭാഗത്തേക്ക് ആക്കി. കുറച്ച് കുറയെങ്കിലും ചെയ്യൂലോ. അസുരന്മാരെ തലയുടെ ഭാഗത്തേക്ക് ആക്കി. അത് അങ്ങനെ പറഞ്ഞാൽ അസുരന്മാർ കേൾക്കില്ല എന്ന് ഭഗവാൻ അറിയാം. അതാണ് വ്യാജാത്ത്. ഒറ്റ വാക്കോണ്ടേ വലിയൊരു സംഗതി അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. പട്ടേരുടെ ആ ഒരു സൂത്രവിദ്യ നോക്കൂ. വ്യാജാത്ത്. എത്ര വാക്കാ, 3 അക്ഷരം. എന്താണ് അവിടെ വ്യാജം? ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അത് നോക്കിയാലേ അറിയുള്ളൂ വ്യാജം എന്താന്ന്. ആദ്യം ഈ ദേവന്മാരെ തലയുടെ ഭാഗത്തേക്ക് പിടിക്കാൻ പറഞ്ഞു ഭഗവാൻ. അസുരന്മാരെ വാലിൻ്റെ ഭാഗത്തേക്ക് ആക്കി. അത് കുഴപ്പമില്ല. അങ്ങനെ വെച്ചാൽ ദേവന്മാരാ കുടുങ്ങുക. അങ്ങനെയാണെങ്കിൽ ദേവന്മാരല്ലേ കുടുങ്ങുക. പക്ഷേ ഈ അസുരന്മാരോടത് നേരിട്ട് പറഞ്ഞാൽ കേൾക്കില്ല എന്ന് ഭഗവാന് നല്ലോണം അറിയാം. അവർ കേട്ടതുമില്ല. അസുരന്മാരെ നിങ്ങൾ വാല് പിടിച്ചോളൂ. അത് കേട്ടപ്പോൾ അസുരന്മാർ അയ്യേ വാല് പിടിക്കേ. അഹോയേ പുച്ഛമമംഗളം. വാല് മഹാമംഗളാണ്. ഒരാളുടെ പിൻഭാഗം പൃഷ്ഠം കാണിച്ചിരിക്കുക, വാല്, ഇതൊക്കെ മഹാമോശമാണ്. പുച്ഛം അമംഗളം. അത് ഞങ്ങൾ പിടിക്കില്ല.
അത് അസുരന്മാർ പറയുമെന്ന് ഉറപ്പാണ്. എന്നാൽ നിങ്ങൾ തല പിടിച്ചോളി, നിങ്ങൾ തന്നെ പറയെ കൊണ്ട് തന്നെ ഇങ്ങോട്ട് ചെയ്യിച്ചു ഭഗവാൻ. ഞങ്ങൾ വാല് പിടിക്കില്ല, വാല് പിടിച്ചോളി എന്ന് പറഞ്ഞാൽ വാല് പിടിക്കില്ല, എന്തേ പറഞ്ഞു വെച്ചാൽ അത് ചെയ്യില്ല. എന്നാൽ നിങ്ങൾ തല പിടിച്ചോളി, ആയിക്കോട്ടെ അത് ഞങ്ങളാവാം. ഭഗവാനിപ്പോൾ അതാണ് വേണ്ടത്. കാരണം വിഷജ്വാല ചീറ്റുമ്പോൾ ആര് കുഴപ്പത്തിലാവരുത്, ദേവന്മാർ വിഷമിക്കരുത്. അതാണ് വ്യാജാത്ത്. വ്യാജാത്വം ഭുജകമുഖേ, ഭുജകം പാമ്പ്, മുഖം മുഖേ അകരോ സുരാരീൻ, സുരാരീൻ അസുരന്മാർ, ദേവന്മാരുടെ അരി ശത്രു. അസുരന്മാരെ വായുടെ ഭാഗത്തേക്ക് എന്നെ സൂത്രത്തിലാക്കി. ആദ്യം ചെയ്തില്ല, അവരെ കൊണ്ട് തന്നെ പറഞ്ഞ് ആക്കി തീർത്തു. ആദായ ധൃതമത വാസുകിയും വരത്രാം, വരത്രാം കയർ, വാസുകിയാകുന്ന കയറിനെ കൊണ്ടുവന്ന് പാഥോതോ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിധോ സുരാസുരേർത്തെ. മഥനം ആരംഭിച്ചപ്പോൾ, സുരാസുരന്മാരാൽ ആരംഭിച്ചപ്പോൾ, വ്യാജാത്വം ഭുജകമുഖേ അകരോ സുരാരീൻ, ആ സുരാരി, സുരന്മാരുടെ അരി ശത്രു, വ്യാജ വിദ്യ, സൂത്രവിദ്യ പ്രയോഗിച്ച് പാമ്പിൻ്റെ മുഖഭാഗത്ത് അസുരന്മാരെ ആക്കി ചെയ്തു. ഇനി അവർ കഷ്ടപ്പെടട്ടെ എന്ന് കരുതിയിട്ട് ക്ഷുബ്ധാദ്രോ ക്ഷുഭിത ജലോദരേ തദാനീം ദുഗ്ധാബ്ദോ ഗുരുതരഭാരതോ നിമഗ്നേ ദേവേഷു വ്യതിതതമേഷു തത്പ്രിയേഷി പ്രാണേഷി കമഠതനും കഠോരപൃഷ്ടാം. ക്ഷുഭിത ജലോദരേ, വെള്ളത്തിൻ്റെ ഉൾഭാഗം കലങ്ങി മറിയാൻ തുടങ്ങി. വെള്ളമല്ല, പാലാണ്, പാലാഴിയാണ്, ജലം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ജലോദരേ, ആ വെള്ളത്തിൻ്റെ ഉൾഭാഗം കടയാൻ തുടങ്ങിയപ്പോൾ പ്രക്ഷുബ്ധമായി, കലങ്ങി മറിയാൻ തുടങ്ങി. ക്ഷുഭിത ജലം, ജലം കടന്നിട്ടിങ്ങനെ പതഞ്ഞു പൊങ്ങണ പോലെ ഇളകാൻ തുടങ്ങി. ദുഗ്ധാബ്ധൗ, പാലാഴിയിൽ കടഞ്ഞപ്പോൾ ഇളകി മറിഞ്ഞ സമയത്ത് തദാനീൻ ക്ഷുബ്ധാദ്രോ ഗുരുതര ഭാരതോ നിമഗ്ന, മഹത്തായിട്ടുള്ള ഭാരത്താൽ ഈ മന്ദരപർവ്വതം താണുപോയി. കടകോലായിരിക്കുന്ന മന്ദരപർവ്വതം നിമഗ്നേ, മുങ്ങി. ക്ഷുബ്ധ ആദ്രോ, ക്ഷോഭിച്ചതായിട്ടുള്ള കടലിൽ മന്ദരപർവ്വതം താണുപോയി. ഈ വാസിയുടെ ചുറ്റിലൊന്നും അത് നിൽക്കില്ല. അപ്പോൾ വല്ലാതെ വിഷമം എല്ലാവർക്കുമായി. ഇത്രയും ബുദ്ധിമുട്ട് ഇതിനെ കൊണ്ടുവന്നു ഭഗവാനെ, കഷ്ടം. ഇത് വെള്ളത്തിൽ താഴാനല്ലല്ലോ നമ്മൾ ചെയ്തത്, കടയാനാണ്. ഇനി എന്ത് ചെയ്യും? ദേവേഷു വ്യതിതമേഷു, ദേവന്മാർ ദുഃഖിച്ചിരിക്കെ, വ്യതിത വിഷമിക്കുക. ദേവന്മാരൊക്കെ വിഷമിച്ചതായിട്ടുള്ള സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? തത്പ്രിയേഷി, അവരുടെ സന്തോഷം പ്രിയത്തിനായി കൊണ്ട് ഈഷിക്കുന്ന, ആഗ്രഹിക്കുന്നവനായിട്ട് എന്തു ചെയ്തു? കഠോര പൃഷ്ടാങ്കമഠതനും, ഒരാമയായിട്ടാണ് മാറി. കൂർമാവതാരാണ്. കഠോര പൃഷ്ടം, വളരെയേറെ ബലമുള്ള പിൻതോട്. ആമയുടെ തോട് വളരെ ബലമുണ്ടാവും. കല്ലെടുത്തെറിയെ വടികൊണ്ട് അടിച്ചാലൊന്നും ആമയ്ക്കൊന്നും സംഭവിക്കില്ല, അത്ര ബലമുള്ള തോടാണ്. ഈ പർവ്വതത്തെ ഏറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോൾ പറ്റുള്ളൂ. ഈ ഓരോ സന്ദർഭത്തിന് അനുസരിച്ച വേഷമെടുക്കാൻ ഭഗവാനെ പോലെ എത്ര ഒരു സാമർഥ്യവും കേമത്വവും വേറെ ആർക്കുമില്ല. കഠോര പൃഷ്ടാം കമഠതനും പ്രാണേഷി, അതിബലം ഉള്ളതായിരിക്കുന്ന മുതു ഉള്ള പുറന്തോടോടുകൂടിയ കമഠതനും ആമയായിട്ട് ഭഗവാൻ അവതരിച്ചു എന്ന് പറയുന്നതാണ് ഭഗവാന്റെ കൂർമാവതാരം. ക്ഷുബ്ധാദ്രൗ ക്ഷുഭിത ജലോദരേ തദാനീം, ഇളകി മറിയുന്നതായിട്ടുള്ള വെള്ളത്തിൽ ദുഗ്ധാബ്ദോ ഗുരുതരഭാരതോ നിമഗ്നേ, ഭാരം കൊണ്ട് മുങ്ങിയതായ മന്ദരപർവ്വതത്തെ പൊന്തിക്കാനായിക്കൊണ്ട് ദേവേഷു വ്യതിതമേഷു തത്പ്രിയൈഷി, ദേവന്മാർ ദുഃഖിച്ചിരിക്കുന്ന സന്ദർഭത്തിങ്കൽ തത്പ്രിയൈഷി, അവരുടെ ഇഷ്ടത്തിനായിക്കൊണ്ട് പ്രാണേഷി കമഠതനും കഠോരപൃഷ്ടാം, അതിബലത്തോടു കൂടിയിട്ടുള്ള പുറന്തോടു കൂടിയിട്ടുള്ള ആമയായിട്ട് ഭഗവാൻ അവതരിച്ചു. അതാണ് ഭഗവാന്റെ കൂർമാവതാരം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ
കരോതി യത്യർസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം.